വിൽപത്രം ഉപയോഗിച്ച് പോക്കുവരവ് നടത്താൻ സാധിക്കില്ലെന്ന് ഹൈക്കോടതി ഒരു വിധിയിലൂടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി മറ്റുള്ള അവകാശികളും സമ്മതിക്കണമത്രേ. അപ്പോൾ പിന്നെ വിൽപത്രം പിന്നെ എന്തിനാണ്? ഒരു ഉപകാരമില്ലാത്ത ഒരു കടലാസായി മാറുകയാണ് വിൽപത്രം. വിൽപത്രം വഴി പോക്കുവരവ് നടത്താൻ സാധിക്കില്ലെങ്കിൽ പിന്നെ വിൽപത്രത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ആ ഉദ്ദേശിച്ച വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സ്വത്തുക്കളെല്ലാം എന്ന ചിന്ത പലരിലും വരും. അവരവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ള നിയമം കൊണ്ടുവരണം. ഇങ്ങനെ ഒരു വിൽപത്രം വഴി എഴുതി വെച്ച പ്രകാരം പോക്കുവരവ് നടത്താൻ സാധിക്കില്ല എന്ന് വെച്ചാൽ പിന്നെ എന്താണ് അതിന് ഉപകാരം? ഒരാൾക്ക് പോക്കുവരവ് നടത്താൻ മറ്റുള്ളവരുടെയൊക്കെ സമ്മതം ആവശ്യമാണത്രേ. ഇങ്ങനെ മറ്റുള്ളവർ സമ്മതം കൊടുത്തില്ലെങ്കിൽ ഇതെങ്ങനെ പോക്കുവരവ് നടത്തുമെന്നും കൂടി കോടതി പറയേണ്ടതുണ്ട്. മറ്റുള്ളവർ സമ്മതിക്കണില്ല, അവന് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ആ ഭൂമി എന്ത് ചെയ്യണം? പോക്കുവരവ് നടത്താണ്ട് അവിടെ ഇട്ടിരിക്കണം. ഇതും കൂടി കോടതി പറയേണ്ടതുണ്ട്.